അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഞാനിന്ന് രാവിലെ തന്നെ ബീഫ് ഉണ്ടാക്കി കേട്ടോ. പൊറാട്ടയും ബീഫും കൂടെ കഴിക്കാച്ചിട്ട് വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ നേരത്തെ കൊടുന്നപ്പോൾ അത് അടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കാമല്ലോ വെച്ചിട്ട് വിറകടുപ്പിൽ. അപ്പോൾ അതിലേക്കുള്ള മുളക്, മഞ്ഞൾ, മല്ലി, 2 സവാള, 1 തക്കാളി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല ഇതെല്ലാതും കൂടെ ഇട്ടാൽ ഞാൻ നല്ലൊന്ന് മിക്സ് ചെയ്യട്ടെ. പണ്ട് നമ്മളമ്മമാർ വെച്ചിരുന്ന വെപ്പാട്ട വെക്കണേ. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടെ വിറകടുപ്പിൽ. രാവിലെ ചായക്ക് ആവും ചെയ്യുമല്ലോ. അങ്ങനെ കിട്ടിയേക്കണേ രാവിലെ തന്നെ അതിൽ നിന്നാട്ടോ. അപ്പോൾ ഞാനിത് വാട്ടണമൊന്നുമില്ല കേട്ടോ. അച്ചിലേക്ക് ഇങ്ങനെ നല്ല എല്ലാതും കൂടെ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് മൺചട്ടിയിൽ വെച്ചിട്ട് പുറത്തടുപ്പത്ത് വെച്ചിട്ട് നല്ലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പഴയ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ അതങ്ങനെ ഒക്കെ ഇതാക്കിയിട്ടുണ്ട്. അടുപ്പത്ത് ഇതങ്ങനെ കൊണ്ടുവച്ച് കത്തിച്ചിട്ടുണ്ട്. വലിയൊരു നെയ്ച്ചട്ടി ഉണ്ടായിട്ടാ. നല്ല ആവശ്യത്തിലേറെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പുറത്തിങ്ങനെ അടുപ്പത്ത് വെച്ച് കത്തിക്കുമ്പോൾ കുറേ നേരം ഇങ്ങനെ വെച്ച് തിളക്കണ്ടേ. അപ്പോൾ വെള്ളം വറ്റിപ്പോവും. കുക്കറിലാണെങ്കിൽ കുഴച്ച് വെച്ചാൽ മതി, എന്നാൽ തന്നെ വെള്ളം അതിൽ നിന്ന് ഊറി വരും. അപ്പോൾ ഇത് വെള്ളം ഉള്ള വെള്ളം വറ്റിപ്പോവുക എന്നല്ലാതെ വെള്ളം ഊറി വരില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തോനെ വെള്ളത്തിൽ വെച്ച് വിട്ടാൽ എന്നാൽ നല്ല വേവും വേണ്ടേ. ബീഫാണ്. അപ്പോൾ ഞാൻ ചിരട്ടിയും കൊതുമ്പും ആട്ട വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മളെ അടുപ്പ് കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടുപ്പത്ത് ഇങ്ങനെ വെച്ചാണ്ട് ഉണ്ടാക്കിയാൽ ബീഫൊക്കെ നല്ല ടേസ്റ്റാണ്. നമ്മൾ എളുപ്പപ്പണി നോക്കണോണ്ട് വേഗം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്നൊന്നും ആയി കിട്ടില്ല. സാവധാനം ഇങ്ങനെ തീയിൽ കിടന്ന് ഇങ്ങനെ തിളച്ച് വെച്ച് വെന്ത് വരണം. അപ്പോൾ നമ്മളെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്കൊന്ന് കുറച്ച് ചെറിയ ഉള്ളിയും വേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടാണ്ട് നല്ലൊന്ന് മൂപ്പിച്ചാണ്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ചട്ടി ഇവിടെ ഭൂമിക്ക് ഞാനിവിടെ ഗ്യാസുമ്മലാട്ടാ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. നമ്മളെ ബീഫ് ഇരിക്കണ പുറത്തടുപ്പത്ത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഇത് മൂപ്പിച്ചാണ്ട് അങ്ങനെ നമുക്ക് ഇത് കൊണ്ടുവരണം നല്ല മൂത്തതിൻ്റെ ശേഷം. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് ഞാൻ നല്ലൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ കേട്ടോ. നമ്മൾ അടുപ്പിൽ വെക്കാത്ത ചട്ടികൾ നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ അതിന് നിറയെ കരിയാവില്ലേ. അപ്പോൾ നമുക്ക് എത്ര തേച്ച് കിയാലും ഒരു വൃത്തിയാവാത്ത മാതിരിയാണ്. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഇട്ടാണ് നല്ലൊന്ന് മൂപ്പിച്ചെടുത്താൽ ബീഫിന് പ്രത്യേകത ഒരു സ്മെല്ലാട്ടോ. ആ കറിക്ക് പണ്ടൊക്കെ നമ്മളമ്മമാരിങ്ങനെ ചെയ്യുക. നല്ല കുഴച്ച് വെച്ചിട്ട് ലാസ്റ്റ് വെന്തതിൻ്റെ ശേഷം കുറച്ച് ഉള്ളിയും വേപ്പിൻ്റെ ഇലയും ഇട്ടാണ് നല്ല മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇതിൽ ഞാൻ ബീഫ് ഇങ്ങനെ കുഴച്ച് വെക്കുമ്പോൾ ഞാൻ ഉലുവ ഇട്ട് കുഴച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്ന് പോയതാട്ടോ. ഇതാ നമ്മളെ ഉള്ളിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അടുപ്പിൽ അങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. കണ്ട അത്രയും വെള്ളം വെച്ചിരുന്ന ബീഫാണ്. ഇപ്പോൾ വറ്റി ഇത്ര ആയിട്ടാ. നല്ല അത്യാവശ്യം കറിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പൊറാട്ടയ്ക്കുള്ള കറിയല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ പൊറാട്ടയും ബീഫും. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.